ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എന്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മട്ടൻ തേങ്ങാപ്പാൽ ബിരിയാണിയാണ്. എങ്ങനെയാണ് മട്ടൻ തേങ്ങാപ്പാൽ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഞാൻ 1.5 കിലോ മട്ടൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനാണിത്. ഇത് ഒരു 1.5 കിലോ ഉണ്ട്. നമുക്കിത് ഒരു കുക്കറിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വിസിലടുപ്പിച്ച് വേഗം വേവിച്ചെടുക്കാം. മസാല റെഡിയാക്കുന്നതിന് ഞാൻ എണ്ണ ഒഴിച്ച് പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുഴുവൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കറുവാപ്പട്ട മുറിച്ചതാണ്, അതുപോലെ തന്നെ ഒരു 3 ബേ ലീഫ്, ഒരു 5 ഏലക്ക, പിന്നെ ഗ്രാമ്പു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂക്കട്ടെ കേട്ടോ. പട്ട ഗ്രാമ്പു ഒക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4 വലിയ സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മളധികം എരിവൊന്നും ഇല്ലാതെ വേണം ഇതുണ്ടാക്കാൻ. തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ 1-ാം പാല് തന്നെ ചേർക്കണം. ഒരു തേങ്ങയുടെ 1.5 കിലോ ചിക്കന് ഒരു തേങ്ങയുടെ 1-ാം പാല് തന്നെ ചേർത്ത് വേവിക്കണം കേട്ടോ. സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മീറ്റ് മസാല 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി എരിവൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 2 വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ട റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ എണ്ണയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കാം. അരി അതിനുശേഷം മസാല മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരി നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ അരി നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇത്രയും മതി. ഇത്രയും റോസ്റ്റ് ആയാൽ മതി. നമുക്കിനി ഇതിലേക്കുണ്ടല്ലോ നമ്മൾ തേങ്ങാപ്പാൽ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിലേക്ക് 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്കൊരു 6 കപ്പ് വെള്ളം വേണം. അപ്പൊ 1 കപ്പ് തനിപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കേട്ടോ. തേങ്ങാപ്പാൽ 1 കപ്പ് തനിപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളത് തിളപ്പിച്ച വെള്ളമാണ്. ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വലിയ ഫ്ലെയിമിൽ തിളച്ചു വരുമ്പം ഫ്ലെയിം നോർമലിലാക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർക്കണം കേട്ടോ. 1 നാരങ്ങയുടെ നീരും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. റൈസൊക്കെ പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് നോക്കാം. മട്ടന്റെ ഗ്രേവിയിലേക്ക് ഞാൻ ആദ്യത്തെ ഒരു ലെയർ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും വഴറ്റിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇത് ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം അടുത്ത ലെയർ വീണ്ടും റൈസ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് വെക്കണം കേട്ടോ. അധികം ശ്രദ്ധിക്കണം. എപ്പോഴും ദമ്മിടുമ്പോഴേക്കും അടിയിലെ ഫ്ലെയിം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടി വെച്ചതിന് ശേഷം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഒരു 2-3 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം അത് എടുത്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മട്ടൻ തേങ്ങാപ്പാൽ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. മട്ടനും അതെ, മട്ടൻ തേങ്ങാപ്പാലിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ റൈസും തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കണം. മട്ടൻ തേങ്ങാപ്പാൽ ബിരിയാണി റെഡി.